അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നീ ഇവിടെ ആരാണ്? നിന്നെക്കൊണ്ട് എന്താ കാര്യം? നീ ഇവിടെ നിന്ന് പോയെന്ന് കരുതിയിട്ട് ഇവിടെ എന്ത് സംഭവിക്കാനാ? ഒന്നും വരാനില്ല. മനുഷ്യൻ്റെ മനസ്സിലെ അഹംഭാവവും ഉൾനാട്യവും കിബിറും ഞാൻ വലിയ ആളാണെന്നുള്ള ചിന്തയുമൊക്കെ ഒറ്റ ചിന്ത മതി. നീ ഇവിടെ നിന്ന് പോയാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിറ്റേന്ന് സൂര്യൻ ഉഷാറായിട്ട് ഉദിക്കും. നാട്ടിലെല്ലാം ഉഷാറായി നടക്കും. കടകളൊക്കെ ഉഷാറുണ്ടാവും. ഒരു കുഴപ്പം ഇവിടെ വരാനില്ല. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് പോയതാണ് കുറേയൊക്കെ നമ്മുടെ മനസ്സ് കേടുവന്ന് പോണത്. നീ ഇവിടെ ജനിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നീ എന്ന് പറഞ്ഞ് ഞാനും കൂടിയാണ് കേട്ടോ. ഒരു നിർബന്ധമില്ല. നീ ഇവിടെ ജനിച്ചില്ലായിരുന്നു എങ്കിൽ ഇവിടെ നിന്ന് കുഴപ്പം വരുമോ? ഒരു കുഴപ്പമില്ല. ജനിച്ചിട്ടില്ല വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. നീ മരിച്ചെന്ന് കരുതി ഇവിടെ എന്തേലും വരാണ്ടോ? ഒന്നുമില്ല. മനുഷ്യൻ്റെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ എത്ര വലിയ മാലിന്യം എന്നറിയോ? നാറും. ശരിക്ക് പറഞ്ഞാൽ ഉള്ളിൽ കിടക്കുന്ന മാലിന്യങ്ങാനും പുറത്തൊറ്റാൽ നാറിയിട്ട് നിൽക്കാൻ കഴിയില്ല. അത്ര വലിയ കടുത്ത മാലിന്യങ്ങൾ, വെറുപ്പും കറുപ്പും വെറുപ്പും ഒക്കെ ആയിട്ട് ഒരു ജാതി ദുഷിച്ച സ്വഭാവവും ദേഷ്യം പിടിക്കലും എല്ലാം കൂടിയായിട്ട് നിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ഒരു നിമിഷം ചിന്തിക്കാൻ മതി. നിങ്ങൾ നേരെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുക. എന്നിട്ട് കണ്ണാടിയിൽ നിങ്ങളെങ്ങനെ കാണുക? എന്നിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ടൊന്ന് സംസാരിച്ച് നോക്കി. ഒറ്റക്കാരും കാണാതെ നിന്നെ നോക്കിയിട്ട് നീ ഇവിടെ ആരാണ്? നിനക്കെന്താ അവകാശം? ഇത്രയും വയസ്സ് വരെ നീ ജീവിച്ച അള്ളാഹു നമ്മുടെ ഔദാര്യം കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു. അതിൽ നമ്മൾ കുറേ ജോലി ചെയ്യുന്നു, കുറച്ച് ബിസിനസ് നടത്തുന്നു, കാശുണ്ടാക്കുന്നു എന്നല്ലാതെ നിന്നെക്കൊണ്ട് ആരെങ്കിലുമൊക്കെ ജീവിച്ചു. അതൊക്കെ അള്ള ഏൽപ്പിച്ച പരിപാടിയാണ്. അള്ള ഏൽപ്പിച്ചതാണ്. അള്ള പറഞ്ഞതുകൊണ്ട് നീ അതൊക്കെ ചെയ്യണം. അല്ലാതെ നീ ഈ ദുന്യാവിൽ ജീവിച്ചത് കൊണ്ടോ നീ ഇവിടുന്ന് മരിച്ചു പോണത് കൊണ്ടോ യാതൊരു ഫലവുമില്ല എന്ന് തീരുമാനിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവണം. ഈ മൈൻഡ് സെറ്റ് കേട് വരണോണ്ട് അതൊക്കെ വരണത്. ഈ വേണ്ടാത്ത ചിന്തകളൊക്കെ വരണത്. നമ്മളെ ശരീരത്തിലുള്ള അവസ്ഥ പോലും മാറ്റാൻ കഴിയാത്ത നമുക്കെന്തിനാണ് കിബിറ്? ഇപ്പം നിങ്ങൾ കണ്ടില്ല, എവിടെയൊക്കെ നിരച്ചിട്ടുണ്ട്. നിരച്ചെന്ന് കരുതിയിട്ട് ചില ആളുകൾ പറയുന്നത് വയസ്സായാലും കാക്കാൻ മിണ്ടാണ്ടിരുന്നൂടെ. അവരെ ബുദ്ധിശൂന്യതയാണത്. അവർ വിചാരം എന്താ വെച്ചാൽ വയസ്സായാലൊക്കെ മിണ്ടാണ്ടിരിക്കണം എന്നാണ്. വയസ്സ് എന്നതൊരു നമ്പറാണ്. ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ മരണപ്പെട്ട ഒരു സുഹൃത്ത് വളരെ ചെറുപ്പക്കാരനാണ്. പെട്ടെന്ന് ഷുഗർ അടിച്ച് കയറി മരണപ്പെട്ടു. എത്ര ചെറുപ്പക്കാർ മരിക്കുകയാണ്. ഒക്കമ്മിം ഫതയും സീവയുസ്ബീഹു ആമിന വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി വകമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകമ്മിൻ സഖീമിൻ നാശദഹ്റൻ ലാ ദഹ്രി. ഇത്ര ആരോഗ്യമുള്ള ആളുകൾ പെട്ടെന്ന് മരിച്ചുണ്. എന്തൊക്കെ നമ്മളോട് പറയണം? നമുക്കറിയണ തന്നെയല്ലേ എത്ര പ്രായമുള്ള ആളുകൾ മരിക്കാതെ നടക്കണ്. ഞാനൊക്കെ കണ്ടില്ല, നടക്കണ്ടില്ലേ? ഇതൊക്കെ റബ്ബിൻ്റെ ഒരു തക്ദീറുകളാണ്. ആരെപ്പം മരിക്കണം എന്നൊക്കെ അവൻ തീരുമാനിച്ചു. വയസ്സായാലേ മരിക്കുള്ളൂ. എപ്പോൾ എത്ര വയസ്സല്ലായിട്ടുള്ളൂ, കുറച്ചേണ്ടി കഴിയട്ടെ എന്ന് വിചാരിക്കും. നമ്മളിങ്ങനെ കുറച്ച് ഉണ്ടാകുമെന്ന ഒരു വെറുതെ മിഥ്യാധാരണ നമ്മുടെ മനസ്സിലുണ്ട്. എടുത്ത് വലിച്ചെറിയാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. എത്ര ആരോഗ്യവാന്മാരായ ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോണത്. എത്ര രോഗിയായിട്ടും വിഷമിച്ചിട്ടും ബെഡിൽ കിടന്ന് വാട്ടർ ബെഡ് ഇട്ടിട്ടും മേല് പൊട്ടിയിട്ടും കിടക്കുന്ന എത്ര രോഗികളുണ്ട് ഇവിടെ മരിക്കാതെ. വഖദ് നുസിജത്ത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. അടുത്തുള്ള ടെക്സ്റ്റൈൽസിൽ എൻ്റെ നിങ്ങളുടെ കഫംപുട തുന്നി വെച്ചിട്ടുണ്ടെന്നുള്ള വിവരം നമ്മൾ അറിയണുണ്ടോ? എൻ്റെ അടുത്തുള്ള ടൗണിൽ എൻ്റെ കഫംപുട ഉണ്ട് എന്നുള്ള വിവരം ഞാൻ അറിയണില്ല. അത് മറന്നിട്ടാണ് നമ്മളിങ്ങനെ കിടന്ന് കറങ്ങണത്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ അറിയോ? നമ്മുടെ കൽബ് നന്നാക്കലാണ്. കൽബ് ക്ലിയർ ഇല്ലെങ്കിൽ കഴിഞ്ഞു കഥ. എത്ര ഇബാദത്ത് എടുത്തിട്ടും കാര്യമില്ല, എത്ര വലിയ വലിയ ആളായിട്ടും കാര്യമില്ല, എത്ര വലിയ തൊപ്പിട്ടിട്ട് തലക്കെട്ടിട്ടൊന്നും കാര്യമില്ല. അള്ളാഹു നോക്കുന്നത് കൽബിലേക്കാണ്. അള്ളാഹു യൻദുറു ഇല ഖുലൂബിക്കും ലാ യൻദുറുല്ലാഹു ഇല അജ്സാമിക്കും വലാ ഇല സുവരിക്കും വലാകിൻ യൻദുറുല്ലാഹു ഇല ഖുലൂബിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ മനസ്സിലാക്കുക, എൻ്റെ കൽബിൽ കേടുണ്ടോയെന്ന് തിരുത്താൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ, വേറെ ആൾക്ക് കഴിയില്ല. പുറത്തല്ല മുഖം മൂടിയൊക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് നല്ല സെറ്റപ്പിൽ ഇങ്ങനെ ഉണ്ടാവും, പക്ഷെ ഉള്ളി ചീഞ്ഞിട്ട് നാറുകയാണ്. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. തഴവസ്ഥാത് പാടിയ പാട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടിട്ട് എത്ര അർത്ഥവത്തായ വർത്താനാണെന്നറിയത്. പുറത്തിങ്ങനെ നല്ല ശുദ്ധിയാണ്, തേച്ച് മിനുക്കി ചൊറുക്കുണ്ടാക്കി കണ്ടാൽ എന്തൊരു രസമുള്ള ഡ്രസ്സാണെന്നറിയോ? വെളുത്ത് അല്ലെങ്കിൽ നല്ല ജീൻസ് ഫാൻസ്, ആളെ കണ്ട ഉഷാറിട്ട ശുചിയാണ് കേട്ടോ ആള്. പക്ഷെ ഉള്ള് ശരിക്കണ്ട് പരിശോധിച്ചാൽ ഉള്ള് ആരെങ്കിലും അറിയുകയാണെങ്കിൽ വെറും കക്കൂസ് എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ മാലിന്യമാണ്. പുറത്തിങ്ങനെ നോക്കുമ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് നല്ല കക്കൂസാണ്, ഉഷാറ് കക്കൂസാണ്. അത് കയറുമ്പോൾ നല്ല ടൈൽസൊക്കെ ഇട്ട് നല്ല ചൊറുക്കുണ്ടാവും. പക്ഷെ അതിൻ്റെ അടിയിലേക്കാണ് നോക്കണ്ടേ, അടിയിൽ എന്താ ഉള്ളതെന്ന് അറിയോ? കക്കൂസ് മാലിന്യമാണ്. പക്ഷെ അത് അല്ലാതെ ഇങ്ങോട്ട് മണക്കൂല. പക്ഷെ നമ്മുടെ മാലിന്യം ഉണ്ട്, ഹൃദയത്തിൽ കിടക്കുന്ന മാലിന്യം ഉണ്ടല്ലോ, അത് മണത്തിട്ട് നിൽക്കൂല, നാറും. ലോകത്ത് ഇത്രയേറെ മണക്കുന്നൊരു വസ്തു ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളുമാണ്. നമ്മൾ മരിച്ചാൽ വേഗം മറവ് ചെയ്യണം, മരിച്ചാൽ പെട്ടെന്ന് മറവ് ചെയ്യാൻ നോക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. കാരണം കുറച്ചാണ്ട് കഴിഞ്ഞാൽ നമ്മളെ കൂടെ കിടന്നിരുന്ന ഭാര്യ പറയും, വേഗം കൊണ്ടേക്കോളി, മണത്തിട്ട് നിൽക്കാൻ പറ്റൂല. ലോകത്ത് വലിയ ദുഷിച്ച മണമുള്ള സാധനമാണ് ഈ മനുഷ്യൻ എന്ന സാധനം. ഒന്ന് താഴ്മ ചെയ്യുക, റബ്ബിന് വഴങ്ങുക, ആരോട് നല്ല നിലയിൽ സംസാരിക്കുക, കാപട്യങ്ങൾ ഒഴിവാക്കുക. സുന്നത്തി ജമാഅത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നടക്കുന്ന കപടന്മാരുണ്ട്, അവരുടെ ഷെറിൽപ്പെടാതെ രക്ഷപ്പെടാൻ നോക്കുക. മരിക്കുമ്പോൾ ഈമാൻ കിട്ടണേ എന്നുള്ള കൊതി ഉണ്ടാവുക. ആഫ്റ്റർ ഡെത്ത് ഈസ് ഇമ്മോർട്ടലാണ്. ഇമ്മോർട്ടലായ ഒരു ജീവിതം നമുക്കുണ്ടെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിന് വരണം. വിശുദ്ധ ഖുർആൻ തന്നെ തുടങ്ങിയത് തന്നെ തന്നെയാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. തുടങ്ങുന്ന ഖുർആൻ ഫാത്തിഹ കഴിഞ്ഞാൽ തുടങ്ങുകയാണ് തഖ്വയെക്കുറിച്ചാണ് പറയുന്നത്. ആ തഖ്വയുള്ള ആളുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിച്ചത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയണില്ല. ഞാൻ പിന്നെ കുറച്ചാളോടെ സംസാരിക്കുള്ളൂ, കാരണം കുറച്ചാളുകൾ എൻ്റെ വീഡിയോ കാണുള്ളൂ. കാരണം നമ്മൾ വലിയ പവറിലൊന്നും പറയാൻ പറ്റില്ല, പെട്ടെന്ന് ആരും കുറഞ്ഞ പേരേ ഉള്ളൂ, വളരെ കുറഞ്ഞ പേര്, 200-300 കുറഞ്ഞ ആളുകൾ എൻ്റെ വീഡിയോ കാണൂല. കാണണം നിർബന്ധമില്ല, കാണുന്നവർ കണ്ടാൽ മതി. അൽഹംദുലില്ലാ, കാണുന്നവർ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ വാക്കുകൊണ്ട് ഞാൻ അതുവഴി ഞാനും കൂടി നന്നായി കിട്ടുകയാണെങ്കിലോ, ഞാൻ കേടാണ്, ഞാൻ മോശമാണ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെൽക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് വെച്ചിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ഉഷാറാണ് എന്ന് വിചാരിച്ചാൽ കഴിഞ്ഞു കഥ. അവൻ്റെ കഥ കട്ടപ്പുകയാണ്. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. എല്ലാവരും പേടിക്കണം. അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വർ റജാ. മുഅ്മിനീങ്ങൾ എങ്ങനെയെന്നറിയോ? പേടി ഉണ്ടാവണം, എന്നാലോ അള്ളാഹ് നമ്മളെ കയ്യൊഴിക്കൂലായിരിക്കും എന്നൊരു പ്രതീക്ഷ. ഈ 2 പ്രതീക്ഷക്കനുസരിച്ചാണ് ജീവിക്കേണ്ടത്. കാപട്യം ഒഴിവാക്കിയിട്ട്, വൃത്തികേട് ഒഴിവാക്കിയിട്ട്, ജനങ്ങളെ മുന്നിൽ നാണക്കേട് പറയാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു മാർഗം ഉണ്ടെങ്കിൽ, ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാ അത് മതി. എപ്പോഴും ഇവിടുന്ന് പോകാൻ റെഡിയായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനായി മാറാൻ കഴിയണം. അതിനുവേണ്ടി കറകളൊക്കെ നീക്കിയിട്ട് നല്ല ശുദ്ധിയുള്ള മനസ്സ് കൊണ്ടുവരാൻ ശ്രമിക്കണം. പൊട്ട മനസ്സും ചീഞ്ഞ മനസ്സും ഒരാൾക്കും വെറുപ്പിക്കുന്ന മനസ്സൊക്കെ ആയാണ്ടല്ലോ രക്ഷയില്ല. നമ്മളടുത്തൊക്കെ ഉണ്ടാവും, എല്ലാവരുടെ അടുത്തും കുറ്റും തെറ്റുണ്ടാവും, തെറ്റില്ലാത്ത ആരും ഉണ്ടാവില്ല.
പക്ഷെ തെറ്റുണ്ടെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയാണ്. ഞാൻ മോശമാണെന്നുള്ള തിരിച്ചറിയാൻ എനിക്ക് കഴിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ഉഷാറാണെന്ന് ചിന്തിക്കുന്നിടത്തോളം നമ്മൾ കേടാവും. അള്ളാഹു നമുക്ക് നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ല മനസ്സും നൽകട്ടെ. അസ്സലാമു അലൈക്കും.